ഇന്ന് നമ്മൾ പോകുന്നത് പ്രസിദ്ധമായ റാഗിഗുഡ ടെമ്പിളിലാണ്. റാഗിഗുഡ ടെമ്പിൾ സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ ബാംഗ്ലൂരുള്ള ജയനഗർ 9-ാം ബ്ലോക്കിലാണ്. നമ്മൾ ഏകദേശം ഒരു വൈകുന്നേരം 5-5:30യോടെയാണ് ഈ അമ്പലത്തിലേക്ക് എത്തിയത്. അതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. ഇത് ഒരു ഹനുമാൻ അമ്പലമാണ്. വളരെ പഴക്കമുള്ള ഏകദേശം 500 വർഷം പഴക്കമുള്ള ഒരു അമ്പലമാണിത്. ഇത് റാഗിഗുഡ സ്ഥിതി ചെയ്യുന്നത് ജയനഗർ 9th ബ്ലോക്കിലാണ്. നമ്മൾ ഉള്ളിലേക്ക് പ്രവേശിക്കുകയാണ്. പ്രവേശിക്കുന്ന സ്ഥലത്ത് സഞ്ചി വെച്ചിട്ടുണ്ട്. അവിടെ നമ്മൾ സഞ്ചിയിൽ നമ്മൾ ചെരുപ്പിടാനുള്ള സൗകര്യമുണ്ട്. ഈ ചെരുപ്പ് എല്ലാം ഇതിൽ പൊറുക്കിയിട്ട് അവിടെ സൂക്ഷിക്കുന്ന ഒരാളുണ്ട്. അവിടെ ഏൽപ്പിച്ചാൽ അവർ ടോക്കൺ തരും. വളരെ തിരക്കുള്ളൊരു അമ്പലമാണിത്. പക്ഷെ നമ്മൾ പോകുന്നത് ചൊവ്വാഴ്ച ആയതുകൊണ്ട് തന്നെ അധികം തിരക്കുണ്ടായില്ല. അപ്പോൾ നമ്മൾ അകത്തേക്ക് പ്രവേശിക്കുകയാണ്. ഓക്കെ ഗൈസ്, നമുക്ക് കാണാം. ഞാനും എൻ്റെ ഫാമിലി ഉണ്ട്. ഇത് നമ്മൾ അകത്തേക്ക് പോകുന്ന വഴിയാണ്. അകത്തേക്ക് ഇതൊരു 2-3 അമ്പലങ്ങളുണ്ട് വഴിയിൽ. അപ്പം ഒരു അമ്പലം കഴിഞ്ഞ് അടുത്ത അമ്പലം കഴിഞ്ഞ് അടുത്ത അമ്പലം, അങ്ങനെ മുകളിലേക്ക് കയറി പോകുന്ന വഴിയാണുള്ളത്. അപ്പം ഫസ്റ്റ് കയറി പോകുന്നത് നമ്മളൊരു ഹനുമാൻ അമ്പലത്തിലേക്കാണ്. ഫസ്റ്റ് കയറുമ്പോൾ ഹനുമാനാണ് കാണുന്നത്. അല്ല, ഗണപതിയാണ് കാണുന്നത്. ഗണപതി അമ്പലമാണ് ഇത് കാണുന്നത്. ഈ ഗണപതിനെ നമ്മൾ പൂശിയിരിക്കുന്നത് വെണ്ണയാണ്. വെണ്ണ കൊണ്ടാണ് ഗണപതിനെ അലങ്കരിച്ചിട്ടുള്ളത്. അത് കഴിഞ്ഞ് നമ്മൾ മേലേക്ക് പോവാണ്. രണ്ടാമത്തെ ടെമ്പിളുണ്ട്, മൂന്നാമത്തെ ടെമ്പിളുണ്ട്. ഇതിൻ്റെ സ്റ്റെപ്പ് ടോട്ടലൊരു പാറയുടെ മുകളിലാണ് ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത്. ഇതാണ് ഈ മുകളിൽ കാണുന്നതാണ് മെയിൻ ഹനുമാൻ അമ്പലം. ഓക്കെ, മുകളിൽ നമുക്ക് ക്യാമറ അലൗഡല്ല. അതുകൊണ്ട് നമ്മൾ ഇത് കാണിക്കുകയാണ്. ഇവിടുന്ന് നമ്മൾ മേലേക്ക് കയറി പോവുകയാണ് വേണ്ടത്. ഇത് വലിയൊരു പാറയുടെ മുകളിലാണ് ഈ അമ്പലം ഉള്ളത്. അപ്പം ഒറ്റൊരു പാറയുടെ മുകളിലാണ് ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത്, വലിയൊരു പാറയുടെ മുകളിൽ. ഓക്കെ, സോ നമ്മൾ മുകളിലേക്ക് കയറുകയാണ്. നമ്മുടെ നാട്ടിലെ അമ്പലങ്ങൾ പോലെ കുറേ സ്റ്റെപ്പ് കയറിക്കണം പോകാൻ. നല്ല നീറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഒരു വൃത്തികേടോ ഒന്നുമില്ല അവിടെ. ചുറ്റും പൂക്കളും നല്ല മരങ്ങളും എല്ലാം ഉണ്ട്. അപ്പം കാണാൻ നല്ല ഭക്തി അന്തരീക്ഷം സൃഷ്ടിക്കുന്ന ഒരു അമ്പലമാണ്. നമ്മൾ മുകളിലേക്ക് കയറുകയാണ്. ഏറ്റവും മുകളിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇത് കയറുമ്പോൾ ഒരു പ്രതിഷ്ഠയാണിത്. അത് കഴിഞ്ഞ് നമ്മൾ ഉള്ളിൽ ക്യാമറ ഇല്ലാതെ തിരിച്ചു പോയി വരികയാണ്. മടങ്ങി വരികയാണ്. ഈ പാറയുടെ മുകളിലേക്ക് കയറുന്നതിന് പകരം നമ്മൾ സ്റ്റെപ്പ് ആക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ആ സ്റ്റെപ്പ് വഴി നമ്മൾ താഴേക്ക് ഇറങ്ങുകയാണ്. ഓക്കെ, ഇതാണ് പ്രസിദ്ധമായ റാഗിഗുഡ ടെമ്പിൾ. അപ്പോൾ എല്ലാവരും വിസിറ്റ് ചെയ്യണം. ഇവിടെ നല്ല ഭക്തി പൂരമായ അമ്പലമാണ്. ഇതാ വലിയ പാറയാണ് ഇപ്പോൾ കാണുന്നത് സൈഡിൽ. താഴെ ഇറങ്ങിയാലുള്ളൊരു അന്തരീക്ഷമാണിത്. അതിൻ്റെ നടപ്പന്തലും കാര്യങ്ങളും. അത് നമ്മൾ നടന്ന് താഴേക്ക് ഇറങ്ങി താഴെ നോക്കുകയാണ്. അപ്പോൾ അവിടെ നമുക്ക് ഇതുണ്ട്. അവിടെ പ്രസാദം കൊടുക്കുന്ന സ്ഥലമുണ്ട്. അവിടത്തേക്കാണ് നടന്നു പോകുന്നത്. ഓക്കെ, ആ പ്രസാദം കൊടുക്കുന്ന സ്ഥലത്തേക്ക് വലിയ ക്യൂ ഒന്നുമില്ല. അവിടെ ആളിരിക്കുന്നുണ്ട്. അടുത്തേക്ക് നമ്മൾ നടന്ന് പോവാണ്. ഓക്കെ, പ്രസാദം കൊടുക്കുന്ന അവിടെ ഒരു ഇത് വെച്ചിട്ടുണ്ട്, പാത്രം വെച്ചിട്ടുണ്ട്. അവിടെ നോക്കി പ്രസാദം വിളമ്പുന്ന പാത്രമാണത്. നോക്കുമ്പോൾ അതൊരു ഇലയോട് ഉണ്ടാക്കിയതാണ്. കണ്ടറിയാൻ പറ്റും. ഇത് ഇല കൊണ്ട് ഉണ്ടാക്കിയതാണ്. എന്ത് ഇലയാണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഈ ഇലയിലാണ് പ്രസാദം വിളമ്പുന്നത്. ഓക്കെ, പ്രസാദം വാങ്ങാൻ നമ്മൾ അടുത്തേക്ക് പോയി. അപ്പോൾ നമ്മൾ പായസമാണെന്നാണ് വിചാരിച്ചത്. നോക്കുമ്പോൾ അവർ ഒരു ടൊമാറ്റോ റൈസ് പോലത്തുള്ള ഒരു റൈസാണ് തന്നത് അവിടുന്ന്. ഓക്കെ, അപ്പം ഇതുകൊണ്ട് നമ്മൾ കഴിക്കാൻ പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഇത് അടുത്തുള്ളൊരു താഴെയുള്ളൊരു മരമാണ് ഈ കാണുന്നത്. കാണാൻ വൃത്തിയുള്ളൊരു മരമാണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും പോവുക ഈ അമ്പലത്തിൽ. റാഗിഗുഡ ടെമ്പിൾ, ജയനഗർ 9th ബ്ലോക്ക്, ബാംഗ്ലൂർ. ഓക്കെ, റാഗിഗുഡ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാൻ പറ്റും. ഇത് മേലെ നിന്ന് താഴേക്ക് വരുന്ന ഒരു ജലധാരയാണ്, വഴിയാണ്. അത് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. കളറടിച്ച് പെയിൻറ്റ് ചെയ്ത് വൃത്തിയാക്കിയിട്ടുണ്ട്. പാറയ്ക്ക് പെയിൻ്റ് അടിച്ചിട്ടാണ് ആക്കിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എല്ലാവരും ഈ അമ്പലത്തിൽ നിന്ന് പോകണം. ഓക്കെ, തിരിച്ചു വരുന്ന വഴിയാണിത്. താഴെ ഇറങ്ങിയാലാണ് ഇത് കാണാൻ പറ്റുക. ഓക്കെ, അപ്പോൾ നമ്മൾ ചെരുപ്പ് കളക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ തിരിച്ചു വരികയാണ്. ഓക്കെ, എല്ലാം കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഒരുപാട് ഇവിടെ ഡിസംബറിലാണ് ഇവിടുത്തെ ഉത്സവം വരുന്നത്. ഇവിടെ ഒരു ഭയങ്കര ആഘോഷമുള്ള സ്ഥലമാണ്. ഏകദേശം
13-14 ദിവസം ആ ഉത്സവാഘോഷം നടക്കുന്ന അമ്പലമാണിത്. ഓക്കെ, ഇത് ചെരുപ്പ് കീപ്പ് ചെയ്യുന്ന സ്ഥലമാണ്. അതുകൊണ്ട് എനിക്ക് അറിയാൻ പറ്റും എത്ര ആൾക്കാർ കൂടുന്നതെന്ന് അറിയാൻ പറ്റും. അപ്പോൾ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ എല്ലാവരും വിസിറ്റ് ചെയ്യുക ഈ അമ്പലത്തിൽ, രാഗിഗോഡ് ടെമ്പിൾ, ജയനഗർ. താങ്ക് യു ഗൈസ്.